നമസ്കാരം. ഞാൻ ഈ വീഡിയോ പിടിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഒരു ആലപ്പുഴയിലൊരു കാർ ആക്സിഡൻറ്റിൽ പെട്ട് 10-11 പേർ സഞ്ചരിക്കുന്ന ഒരു കാർ ആക്സിഡൻറ്റിൽപ്പെട്ട് 5ഓളം വിദ്യാർത്ഥികൾ MBBS ബിരുദ പഠനധാരികളായ 5ഓളം വിദ്യാർത്ഥികൾ മരണപ്പെടുകയും 5-6 പേർ ജീവന് വേണ്ടി ഇപ്പോഴും ഈ നിമിഷവും പോരാടിക്കൊണ്ടിരിക്കുകയും അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഫിഷഗ്വരന്മാർ അക്ഷീണ പ്രയത്നവും നടത്തുന്ന ഈ വേളയിൽ എനിക്ക് ചില കാര്യങ്ങൾ മാതാപിതാക്കളോട് പറയാനുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ദാരുണമായ ഒരു സംഭവം പറ്റിയത് ആ കുഞ്ഞുങ്ങളുടെ തെറ്റല്ല. ആ വാഹനം നിയന്ത്രിച്ചിരുന്ന ഒരാളുണ്ടാകും. അയാളുടെ അശ്രദ്ധക്കുറവ് കൊണ്ടായിരിക്കണമല്ലോ സംഭവിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് എനിക്ക് മാതാപിതാക്കളോട് ഒരപേക്ഷ. നമ്മൾ കുഞ്ഞുങ്ങളെ എത്ര തന്നെ ഉന്നതമായ രീതിയിൽ പഠിപ്പിച്ചാലും ഉന്നതങ്ങളായ പൊസിഷനിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിനിടയിൽ അവരെ ആ വഴിക്ക് വിട്ടാലും അവർ ഉയിരോടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രയത്നത്തിന് അർത്ഥമുള്ളൂ. ഇന്ന് നമ്മുടെ ഈ ട്രാവലിംഗ് സിസ്റ്റമാകെ നമ്മുടെ ട്രാഫിക് സിസ്റ്റമാകെ ആകെ കുഴപ്പത്തിൽ കിടക്കുന്നു. ഡ്രൈവിങ്ങിൻ്റെ ആ രീതി തന്നെ ആകെ കുഴപ്പത്തിൽ കിടക്കുന്നു. വാഹനം ഓടിക്കുന്ന ഇതിലെ നിയമവിരുദ്ധ പ്രവർത്തനം മാത്രമല്ല, സാമൂഹ്യമായി കുറച്ച് പൊതു നിയമങ്ങളുണ്ട്. അതെല്ലാം കുഞ്ഞുങ്ങൾ തെറ്റിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കരുത്, ഒരിക്കലും കൊടുക്കരുത്. അവർ നിങ്ങൾ പറഞ്ഞാൽ കേട്ടില്ല എങ്കിൽ നിയമത്തിൻ്റെ വഴികളിലോട്ട് തന്നെ വിടണം. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഞാൻ 2 വീലർ ഓട്ടിക്കുമ്പോൾ അതിൻ്റെ എല്ലാ സിസ്റ്റവും പാലിച്ചുകൊണ്ട് ഓട്ടിക്കുന്ന ഒരാളാണ്. ഹെൽമറ്റ് അടക്കം ഏത് പോലീസുകാരൻ എന്നെ പിടിച്ച് നിർത്തിയിരുന്നാലും ഇതങ്ങ് കൊടുക്കും, അയാൾ എന്നെ വെറുതെ വിടും. അങ്ങനെ ഒരിടത്ത് ചെക്കിങ് നടന്നുകൊണ്ടിരുന്നപ്പോൾ അവർ കൈ കാണിച്ച് നിർത്തി, വാങ്ങിച്ചു, കുഴപ്പമില്ല. ഞാനിങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോഴാണ് എൻ്റെ മകൾ അവളുടെ 2 വീലറിൽ വരുന്നത് ഹെൽമറ്റ് ധരിച്ചിട്ടില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, വണ്ടി കൊടുക്കുമ്പോൾ ആ നിയമങ്ങളനുസരിച്ച് വേണം ഓട്ടിക്കാൻ. അപ്പോൾ എന്നെ കണ്ട് നിർത്തി, നീ എവിടെ പോകുന്നു? ഞാൻ ജംഗ്ഷനിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ്. ശരി, പോയിട്ട് വരൂ എന്ന് പറഞ്ഞു. പോലീസ് അപ്പുറത്ത് നിൽപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പോലീസിൻ്റെ വായിൽ ചെന്ന് ചാടുമെന്നും എനിക്കറിയാമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഫോൺ വിളി വരുന്നു, അച്ഛാ എന്നെ പോലീസ് പിടിച്ചു. എന്തിന്? ഹെൽമറ്റ് ഇല്ലാത്തതിന്. എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകില്ലല്ലോ, പെറ്റി അടിച്ചു. 500 രൂപ അടിച്ചു. എൻ്റെ കയ്യിൽ ഇപ്പോൾ കൊടുക്കാൻ നിവൃത്തിയില്ല. കൊടുക്കുകയാണെങ്കിൽ പിന്നെ സാധനം വാങ്ങിക്കാനും പറ്റില്ല. 500 രൂപ എനിക്ക് അയച്ചു തരണം. അതിനെന്ത്, ഞാൻ അയച്ചു തരാം. ഉടൻ തന്നെ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ വീട്ടിലോട്ട് പോന്നു. എന്നിട്ട് മകൾ വീട്ടിലോട്ട് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛൻ ആ ചെക്കിങ് നടക്കുന്ന വഴിയല്ലേ വന്നത്? അതെ, അതുവഴി തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഞാൻ വഴി മാറിപ്പോകുമായിരുന്നല്ലോ. ഇല്ല, അത് പറ്റില്ല. നീ പോലീസുകാരുടെ വായിൽ ചെന്ന് അകപ്പെടണമെന്ന് എനിക്കുണ്ട്. കാരണം ഞാൻ പറയുന്നത് നീ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്നുകിൽ 2 വീലർ ഓടിക്കുകയാണെങ്കിൽ ആ നിയമങ്ങൾ പാലിച്ച്, 2 വീലറല്ല, ഇനി നാളെ നീ കാർ ഓടിക്കുമായിരിക്കും, മറ്റന്നാൾ പ്ലെയിൻ ഓടിക്കുമായിരിക്കും, അതിനുമപ്പുറം ഹെലികോപ്റ്റർ ഓടിക്കുമായിരിക്കും. ആ നിയമങ്ങൾ പാലിക്കാൻ ഇപ്പോഴേ ശീലിക്കണം. അല്ലെങ്കിൽ വേണ്ട, 2 വീലർ ഉപയോഗിക്കണ്ട. അപ്പോൾ അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു, ഞാനിനി ഹെൽമറ്റ് ഉപയോഗിച്ച് വണ്ടി ഓടൂ, അല്ലെങ്കിൽ വണ്ടി ഓടില്ല എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, മക്കൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ നിങ്ങളുടെ കൈക്ക് നിൽക്കുന്നില്ല. അവർ ചെയ്തത് തെറ്റാണെന്ന് അവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങളുടെ നിർദ്ദേശം അവർ കേൾക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, അവരുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അവരെ നിയമത്തിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ അതിൻ്റെ സിസ്റ്റത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. കാരണം ഇന്ന് പല മാതാപിതാക്കളും, ഒരു മകനായിരിക്കും അല്ലെങ്കിൽ 2 മകനായിരിക്കും, ഇവരാവശ്യപ്പെട്ടതെല്ലാം വാങ്ങിക്കൊടുത്ത്, അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുത്ത് ഒക്കെ വളർത്തി ഓമനിച്ച് വിടുന്നുണ്ട്. അവരെ ചെറുപ്രായത്തിൽ തന്നെ
ഇറങ്ങുന്ന ഏറ്റവും പുതിയ വണ്ടികൾ ചോദിക്കും, പ്രത്യേകിച്ച് ടൂ വീലറായിരിക്കും, അവർക്ക് വാങ്ങിക്കൊടുക്കും. പക്ഷേ ഇവൻ മര്യാദയ്ക്ക് തനിക്കും മറ്റുള്ളവർക്കും ഉപദ്രവമില്ലാതെയാണോ വണ്ടി ഓടിക്കുന്നത്? അവന് ഡ്രൈവിംഗ് അറിയാമായിരിക്കും, പക്ഷേ അതിനൊരു സിസ്റ്റം ഉണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ. കാരണം വണ്ടി ഓടിക്കുന്നവൻ മാത്രമല്ല കുഴപ്പത്തിലാവുന്നത്, പാവപ്പെട്ട നിരപരാധികളും കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കുഴപ്പത്തിലാകുന്നു. അതുകൊണ്ട് ഡ്രൈവിംഗ് എന്ന് പറയുന്ന സമ്പ്രദായം ഡ്രൈവിംഗ് മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ കൂടെ പഠിച്ചിട്ടില്ല ഇവനെങ്കിൽ, അവൻ ഈ വണ്ടി ദുരുപയോഗം ചെയ്യുന്നുവെങ്കിൽ ആ വണ്ടി അപ്പം തന്നെ ക്യാൻസൽ ചെയ്യണം, അവന് കൊടുക്കരുത്. കാരണം എന്താ, അവൻ ജീവിച്ചിരിക്കേണ്ടത് മാതാപിതാക്കളുടെയെങ്കിലും ആവശ്യമാണ്. അല്ലാതെ അനാവശ്യമായ ഒരുപാട് പഠിത്തങ്ങൾ കൊടുത്തിട്ട് ഇടക്ക് വെച്ചിട്ട് നമ്മുടെ തീരാ ദുഃഖത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പോകുന്നത് എന്തിനാ? ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കുത്തഴിഞ്ഞ ഗതാഗത സംവിധാനം നിലവിലുള്ള ഒരു പ്രദേശമാണ് കേരളം. കേരളത്തിൽ നടക്കുന്ന നിരവധിയായ ആക്സിഡൻറ്റിൽപ്പെട്ട് ചത്തുപോകുന്നവനങ്ങ് പോകും. എത്രയോ ജന്മങ്ങൾക്ക് അവരുടെ മരണം വരെയും തീരാ വേദനകൾ സമ്മാനിച്ചുകൊണ്ട് ദിനം പ്രതി കടന്നു പോകുന്ന ഈ ആക്സിഡൻറ്റുകൾ കുറക്കാൻ കഴിഞ്ഞാൽ, ഇല്ലാതാക്കാൻ നല്ലൊരു സംവിധാനം വന്ന് ഇത് ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ തന്നെ ആശുപത്രിയിലെ ഡോക്ടർമാരുടെക്ക് ജോലിഭാരം കുറയും, വില കൂടിയ മരുന്നുകളുടെ ഉപയോഗം കുറയും. അങ്ങനെ എന്തുമാത്രം അതിൻ്റെ പിന്നിൽ സംഗതികൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂൾ തലത്തിലോ ഉപരിപഠനത്തിലോ ഒന്നും എങ്ങനെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണം, അല്ല എങ്കിൽ നമ്മളൊരു കുളത്തിൽ വീണുപോയാൽ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീന്തൽ പഠിക്കണം, സൈക്ലിങ്, ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം, ഇത്തരം ജീവിത ആവശ്യത്തിലുള്ള വിദ്യാഭ്യാസമൊന്നും ഒരു കുട്ടിക്കും പകർന്നു കിട്ടുന്നില്ല. അപ്പോൾ രക്ഷകർത്താക്കൾ അത് ഈ അടുത്ത കാലത്തൊന്നും നടക്കുകയുമില്ല. അപ്പോൾ രക്ഷകർത്താക്കളായ നാം എന്ത് ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് കൊല്ലാതെ എന്ന് തന്നെ പറയും, സ്നേഹിച്ച് കൊല്ലാതെ മര്യാദക്ക് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഉത്തമ പൗരനായി ജീവിക്കേണ്ട ഒരു വിദ്യാഭ്യാസം നിങ്ങളിൽ നിന്ന് കിട്ടേണ്ടിയിരിക്കുന്നു. അവൻ കുഴപ്പത്തിലായാൽ അവനെ സ്നേഹിക്കുകയല്ല വേണ്ടത്, സ്നേഹിക്കണം. സ്നേഹമുണ്ടെങ്കിൽ ശിക്ഷയും കൊടുക്കണം. അല്ല, നിങ്ങളുടെ കൈക്ക് നിന്നില്ല എങ്കിൽ നിയമത്തിൻ്റെ വശത്ത് തന്നെ ഏൽപ്പിക്കണം. മക്കളെ സ്നേഹിച്ച് കൊല ചെയ്യരുത്. നന്ദി.